ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ കോസ്റ്റ് അക്കൗണ്ടിങ് ക്ലാസ്. നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങി. മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. എന്തായിരുന്നു മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? പ്രൊഡക്ഷന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പാർട്ടിനാണ് എന്ത് പറയുക, മെറ്റീരിയൽ എന്ന് പറയുക. ഒരു കോസ്റ്റിൻ്റെ അപ് ടു 70% വരെ എന്തായിരുന്നു? മെറ്റീരിയൽ കോസ്റ്റായിരുന്നു വന്നിരുന്നത്. നമ്മൾ ഇന്നലെ അതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റീരിയൽ കൺട്രോൾ. എന്താണ് മെറ്റീരിയൽ കൺട്രോൾ? മെറ്റീരിയൽ കൺട്രോൾ ഈസ് സിംപ്ലി റെഫേഴ്സ് ടു കൺട്രോൾ ഓവർ മെറ്റീരിയൽസ്. Material control may be defined as providing the right quantity of material at the right quality at the right time and place at the minimum cost. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നോക്കുക, പ്രൊവൈഡിങ് റൈറ്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, മിനിമം കോസ്റ്റ്. അപ്പോൾ മിനിമം കോസ്റ്റ് നമ്മൾ പറയുന്ന സ്ഥലത്ത്, നമ്മൾ പറയുന്ന സമയത്ത്, നമുക്ക് പറയുന്ന ക്വാണ്ടിറ്റി, പറയുന്ന ക്വാളിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് എന്ത്? മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ദെൻ നീഡ് ഫോർ മെറ്റീരിയൽ കൺട്രോൾ. എന്താണ് നീഡ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ് ഏത് വന്നാലും ഇത് എഴുതി കൊടുക്കാം. എൻഷുവർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റിക്വയർഡ് മെറ്റീരിയൽ സോ ദാറ്റ് ദർ ഈസ് നോ പ്രൊഡക്ഷൻ ഡിലേ. മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ കൺട്രോൾ ഉള്ള ഒരു ഫേം ആണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? പ്രൊഡക്ഷൻ ഡിലേ ഉണ്ടാവില്ല. അതായത് നമുക്ക് വേണ്ട സ്ഥലത്ത് വേണ്ട സാധനങ്ങൾ വേണ്ട സമയത്ത് കിട്ടുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. എല്ലാ സമയവും നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ദെൻ ഇറ്റ് മിനിമൈസ് വേസ്റ്റേജ്, പിൽഫറേജ് ആൻഡ് സോ ഓൺ. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് വേസ്റ്റേജ് ഒക്കെ ഒഴിവാക്കാം, വേസ്റ്റേജ് കുറയ്ക്കാം. അതായത് ഈ മെറ്റീരിയൽ വേണ്ടത് മാത്രമേ നമുക്ക് വേണ്ട സമയത്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? വേസ്റ്റേജ് ഒഴിവായി കിട്ടും. ദെൻ ഇറ്റ് ലീഡ്സ് ടു എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. നമ്മളെ കയ്യിലുള്ള ഫണ്ടിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അതായത് വേണ്ട സാധനങ്ങൾ മാത്രം, ഒരു ദിവസം ഇത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ നമുക്ക് മതി. അപ്പോൾ അതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ സാധനങ്ങൾ വാങ്ങിയാൽ മതി. അപ്പോൾ അത്രയും ബാക്കിയുള്ള ഫണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം? വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. വെറുതെ സാധനം വാങ്ങി ഐഡിലാക്കിയിടുന്നതിന് പകരം നമ്മൾ പ്രൊഡക്ഷന് വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് വേസ്റ്റേജൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇറ്റ് റെഡ്യൂസ് സ്റ്റോറേജ് കോസ്റ്റ്. അറിയാമല്ലോ, വെറുതെ വെയർ ഹൗസിൽ കൊണ്ടുവച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിടുന്നതിന് പകരം വേണ്ട സാധനങ്ങൾ എത്ര മാത്രമാണ് അത് മാത്രം വാങ്ങിയാൽ നമുക്ക് അത്രയും അതിൻ്റെ ബാക്കിയുള്ള സ്ഥലം നമുക്ക് വേറെ എന്തെങ്കിലും എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഇറ്റ് അൻഷ്വർ എഫിഷ്യൻ്റ് ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. നമ്മൾ കയ്യിലുള്ളതിൻ്റെ ഒപ്റ്റിമം റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം യൂസ് എന്ത് ചെയ്യാൻ പറ്റും? എൻഷ്വർ ചെയ്യാൻ പറ്റും. ഇനി ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ? പറയുന്നത് ടു എൻഷ്വർ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. മീൻസ് എന്താണ്? എപ്പോഴും അതായത് പ്രൊഡക്ഷൻ നടക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സഹായിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ കൺട്രോൾ, അതായത് എല്ലാ സമയത്തും നമുക്ക് മെറ്റീരിയൽ നമ്മളെ കയ്യിൽ എത്തിക്കൊണ്ടേ ഇരിക്കുക. അതായത് നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് എത്തുന്ന ഒരവസ്ഥ വരുന്നതാണെന്ത്? മെറ്റീരിയൽ കൺട്രോൾ. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ടു അവോയ്ഡ് അണ്ടർ ഓർ ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. അണ്ടർ സ്റ്റോക്കിംഗ്, ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ അണ്ടർ സ്റ്റോക്കിംഗ്, സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ വരിക. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇന്ന് പ്ലാൻ ചെയ്തു 100 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽ ഒരു 80 പ്രോഡക്റ്റിനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്? അണ്ടർ സ്റ്റോക്കിംഗ് ആണ്. അത് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ മെറ്റീരിയൽ കൺട്രോൾ മാനേജേഴ്സിൻ്റെ എന്താണ് വീഴ്ചയാണ്. കാരണം അവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അത്രയും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ദെൻ ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ എന്ത് ചെയ്ത് വെക്കുക? സ്റ്റോക്ക് ചെയ്ത് വെക്കുക. നമുക്ക് 100 എണ്ണം മതി, പക്ഷേ എന്ത് ചെയ്യണം? 150 എണ്ണത്തിൻ്റെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ 50 എണ്ണത്തിൻ്റെ അല്ലെങ്കിൽ 50 റോ മെറ്റീരിയൽ നമുക്ക് എന്താണ് വെറുതെ നമ്മൾ വേസ്റ്റാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം? സ്റ്റോറേജ് കോസ്റ്റ് നമുക്ക് എക്സ്ട്രാ വരും. അപ്പോൾ ഇത് രണ്ടും എന്താണ്? പ്രോബ്ലംസാണ്. അപ്പോൾ അത് ഒഴിവാക്കുക. എന്ത് ചെയ്യാണ്? അണ്ടർ സ്റ്റോക്കിംഗ്, ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ത്? മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്. ദെൻ ടു മിനിമൈസ് വേസ്റ്റേജ് ആൻഡ് ലോസസ് ഓഫ് മെറ്റീരിയൽ ഇൻ ദ കോഴ്സ് ഓഫ് പർച്ചേസ്, സ്റ്റോറേജ് ആൻഡ് പ്രൊഡക്ഷൻ. എന്താണ്? വേസ്റ്റേജും മെറ്റീരിയൽ ലോസ് ആവുന്നതൊക്കെ എന്ത് ചെയ്യാണ്? ഒഴിവാക്കുന്നത് എന്തിലൂടെ? മെറ്റീരിയൽ കൺട്രോളിലൂടെ. ടു പ്രൊവൈഡ് റിക്വയർഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് റിഗാർഡിങ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിനെ പറ്റി എന്താ പറയുക, ഇൻഫർമേഷൻസൊക്കെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യുക? മാനേജ്മെൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന സാധനങ്ങൾ വേണം, ഇത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇന്ന റോ മെറ്റീരിയൽ ഇത്ര വേണം, അതിന് ഇത്ര പ്രൈസാണെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യുക? മാനേജ്മെൻറ്റിനെ അറിയിക്കുക.
ടു എൻഷുർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെറ്റീരിയലിന് നല്ല കറക്റ്റ് യൂസ് ചെയ്യുക, അതായത് വെറുതെ വേസ്റ്റ് ആക്കാതെ എന്ത് ചെയ്യുക, വേണ്ടത്ര യൂസ് നമ്മൾ എന്താ പറയുക എൻഷുർ ചെയ്യുക. ടു എൻഷുർ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നതിന് പലതരം മെറ്റീരിയൽസാണ്. ഇപ്പോൾ ചില പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽസൊക്കെ എന്താവും, നമ്മൾ എന്താ പറയുക തണുത്ത ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ തണുത്ത പ്ലേസിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ചിലത് തണുപ്പ് ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ പലതരം പ്രോഡക്റ്റിന് പലതരം സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, സ്റ്റോറേജ് ചെയ്ത് സൂക്ഷിക്കുക. ദെൻ ടു എൻഷുർ ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സ്. ഇത് കൂടാതെ എന്തും കൂടെ നമ്മൾ നോക്കണം, നല്ല കസ്റ്റമേഴ്സിന് നല്ല സർവീസ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യാൻ വേണം. ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സ്, നല്ല സർവീസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ. നമ്മൾ ഇൻവെൻറ്ററി കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. ദെൻ നെക്സ്റ്റ് എസെൻഷ്യൽസ്